ആദ്യത്തെ ശ്ലോകം ഒന്നുകൂടി ആവർത്തിക്കാം. ഓം ശ്രീ നാരായണീയൈ നമഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാ ചൈവ കിമകുർവത സഞ്ജയ. അതായത് ധർമ്മക്ഷേത്രമായിരിക്കുന്ന ഈ കുരുക്ഷേത്രത്തിൽ യുദ്ധേച്ഛുക്കളായി ഒത്തുകൂടിയിരിക്കുന്ന എന്റെ കുട്ടിയോടും പാണ്ഡവന്റെ കുട്ടിയോടും കൂടി എന്താണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്റെ എന്നുള്ള അജ്ഞാനത്തിന്റെ ശബ്ദമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പൊ ഇവിടെ കുട്ടികള്, അപ്പൊ എന്റെ കുട്ടികള്, അപ്പൊ കുട്ടികളെ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകമില്ലാത്തവരാണ്, അറിവില്ലാത്തവരെയാണ് കുട്ടികളെ എന്ന് പറയാം. ബാലഗാഹ, പുത്രഗാഹ, പുത്രാഹ, ഇങ്ങനെയൊക്കെയാണ്. ഇതപ്പോ രാമായണത്തിലൊക്കെ ആദ്യം തന്നെ ബാലകാന്ഡമാണ്. അപ്പൊ ബാലകാന്ഡത്തിന് ബാലന്മാരെന്ന് പറഞ്ഞാൽ അജ്ഞാനികൾ. അപ്പൊ താത്വികമായിട്ട് ഇപ്പൊ രാമായണത്തിൽ ഇപ്പൊ എന്തിനാ രാമായണം പറയുന്നതെന്ന് ചോദിക്കണ്ട. അതായത് രാമായണ മാസം കൂടി ആണല്ലോ ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാലകാന്ഡം ബാലന്മാരെ എന്ന് പറഞ്ഞാൽ അജ്ഞാനികളെ വിജ്ഞന്മാരെ വിജ്ഞാനികളാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ താത്വികമായിട്ട് ശ്രമിക്കാൻ കഴിയണം. ഇതെന്താണ്? നമുക്കത് കഥാരൂപത്തിലാണ് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ ഈ ധൃതരാഷ്ട്രന് പറഞ്ഞ എന്റെ കുട്ടിയോട്, അപ്പൊ കുട്ടിയോട് എന്ന് പറഞ്ഞ എന്താണ്? അവർക്ക് തിരിച്ചറിവില്ല. ഈ ദുര്യോധനൻ അവരൊക്കെ വലിയ യുദ്ധമൊക്കെ അറിയാച്ചാലും അവർക്ക് സത്യത്തെയും അസത്യത്തെയും അവരുടെ ധർമ്മത്തെയും അധർമ്മത്തെയും കുറിച്ചിട്ടുള്ള ശരിയായ വിവരം വിചാരമില്ല. അതുകൊണ്ട് എന്റെ കുട്ടിയോടും അപ്പൊ പാണ്ഡവന്റെ കുട്ടിയോട് എന്താ പാണ്ഡവന്മാരുടെ പ്രത്യേകത? കൃഷ്ണൻ കൂടിയുണ്ട്. അപ്പൊ കൃഷ്ണൻ കൂടെ ഉള്ളത് കൊണ്ട് എന്താണ്? അവർക്ക് അത്യാവശ്യം വിഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടോ അപ്പൊ അവര് ഈ നാശനഷ്ടങ്ങൾക്ക് കാരണമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് അവിടെ പോയപ്പോ ചെയ്തത്. കാരണം എന്താന്ന് വെച്ചാൽ യുധിഷ്ഠിര മഹാരാജാവൊക്കെയാണ് പാണ്ഡവപക്ഷത്ത്. അപ്പോ യമധർമ്മന്റെ തന്നെ അവതാര സ്വരൂപമായിട്ടാണ്, അല്ലെങ്കിൽ അവതാരമായിട്ടാണ് യുധിഷ്ഠിരനെ നമുക്ക് മഹാഭാരതത്തില് ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ മൂർത്ത സ്വരൂപമായിരിക്കുന്ന ആ യുധിഷ്ഠിരൻ അപ്പൊ ധർമ്മബുദ്ധി നിമിത്തമായിട്ട് എന്താണ്? സ്വന്തം ബന്ധങ്ങൾക്കും അതുപോലെ സകലത്തിനും നാശത്തെ വരുത്തുന്ന യുദ്ധം ചെയ്യാതെ പിന്മാറിയോ? അതാ. അല്ല, ഇനി ദുര്യോധനൻ അവിടെ ചെന്നപ്പോൾ ധർമ്മത്തിന്റെ ആധിക്യമുള്ള ഭൂമി, ധർമ്മഭൂമി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ധർമ്മക്ഷേത്രം എന്നാണല്ലോ. അപ്പൊ ധർമ്മത്തിന്റെ ആധിക്യം കാരണമായിട്ട് അവിടെ വന്നപ്പോൾ ധർമ്മബുദ്ധി ഉണ്ടായത് കൊണ്ട് പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട ഭൂമിയെ അനുവദിച്ചു കൊടുത്തുവോ? സംശയമാണ്. അവിടെ ചെന്നപ്പോൾ ഭൂമി അനുവദിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? അതോ യുധിഷ്ഠിരൻ തുടങ്ങിയിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാരെ കൃഷ്ണന്റെയും കൂടി സാന്നിധ്യം കൊണ്ട് അതിലെ ഈ സകലനാശത്തിന് ഇടയാക്കുന്ന യുദ്ധത്തിൽ നിന്ന് സ്വയം പിന്മാറുകയാണോ ചെയ്തത്? അപ്പോ അവിടെ യുദ്ധം തന്നെ ഉണ്ടായില്ലോ? ഇങ്ങനെ മൂന്ന് തരത്തിലുമുള്ള സംശയത്തോടു കൂടിയിരിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യത്തെ ശ്ലോകത്തില് നമുക്ക് ശ്രവിക്കുവാൻ അല്ലെങ്കിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ യുദ്ധം തന്നെയാണ് നടന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ സഞ്ജയൻ മറുപടി കൊടുക്കുകയാണ്. എന്താണ് സഞ്ജയൻ പറയുന്ന മറുപടി? സഞ്ജയോ വാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത്. എന്താണ് പറയുന്നത്? ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത്. ആ പാണ്ഡവസേനയുടെ എടുപ്പ് കണ്ട ദുര്യോധനൻ ദ്രോണാചാര്യനോട് ചിലത് പറയുവാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണത്? അതായത് തഥാ, അപ്പോൾ, എപ്പോൾ, അതായത് ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി യുദ്ധഭൂമിയിൽ ഒത്തുകൂട്ടിയിരിക്കുകയാണ്. പാണ്ഡവസേന ഒരു ഭാഗത്ത് നിരന്നിരിക്കുന്നു, പോലെ കൗരവസേന ഒരു ഭാഗത്ത് നിരന്നിരിക്കുന്നു. അപ്പൊ അവിടെ വന്നപ്പോൾ ദുര്യോധനൻ ആ പാണ്ഡവസേനയെ കണ്ടപ്പോൾ തന്റെ ആചാര്യനായിരിക്കുന്ന ദ്രോണാചാര്യരോട് ഏതാനും ചില വാക്കുകളെ പറയുവാൻ തുടങ്ങുകയാണ്. അതെന്താണ്? അതായത് ഇപ്പോ യാതൊരു നിയന്ത്രണമില്ലാതല്ല, യുദ്ധവേളയാണെങ്കിലും യുദ്ധരംഗമാണെങ്കിലും അവിടെ എന്താണ്? വ്യൂഢം, വ്യൂഹം,
പത്മവ്യൂഹം, ഗരുഡവ്യൂഹം എന്നൊക്കെ പറഞ്ഞ പല വ്യൂഹങ്ങളുണ്ട്. അതൊക്കെ യുദ്ധതന്ത്രമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പോകുമ്പോൾ എല്ലാം അങ്ങോട്ട് പോവല്ല ചെയ്യുക. അപ്പൊ ആരെങ്കിലും തകർക്കാനോ അല്ലെങ്കിൽ യുദ്ധത്തിന് അല്ലെങ്കിൽ അഭ്യാസത്തിനൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ചില തോടുകളും അല്ലെങ്കിൽ ചില തന്ത്രങ്ങളുണ്ട്. അതായത് അത് ചില തന്ത്ര തീരുമാനങ്ങളാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രത്യേക ക്രമമായിട്ടാണ് സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ എടുപ്പ് കണ്ടാൽ തന്നെ അറിയാം ആ നിരയെ ഭേദിക്കുവാൻ സാധ്യമല്ല. അല്ലെ, ഫുട്ബോൾ കളിയിലൊക്കെ അങ്ങനെ കാണില്ലേ? അപ്പൊ അതെന്താണ് അത് ശരിക്ക് തന്ത്രം ശരിക്കെന്താണ് ഫുട്ബോൾ തന്ത്രമൊക്കെ ശരിക്കും പഠിച്ചതാണെന്ന് ചോദിച്ചാൽ ശരിക്ക് എതിർപക്ഷത്തൊക്കെ തോൽപ്പിച്ച് ഗോൾ ഇഷ്ടം പോലെ അങ്ങോട്ട് പാസ്സാക്കിപ്പിക്കാന്നുള്ളതാണ്. അപ്പൊ കോച്ചിന് അതിനുള്ള ശക്തി കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആ വ്യൂഹത്തിന്റെ കാരണം യുദ്ധതന്ത്രം നല്ല രീതിയിൽ തന്നെ ദ്രോണാചാര്യർ, അതുപോലെ ഭീഷ്മർ, കൃപർ തുടങ്ങിയിരിക്കുന്ന ആചാര്യവര്യന്മാരിൽ നിന്ന് അഭ്യസിച്ചിരിക്കുന്ന ഒരു യോദ്ധാവ് തന്നെയാണ് ആരെ? ദുര്യോധന മഹാരാജാവ്. അപ്പൊ ദുര്യോധനൻ ആ സേനയുടെ എടുപ്പ് കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ക്രമം ഇങ്ങനെ വിന്യസിച്ച സേനയെ അത്ര പെട്ടെന്ന് തകർക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ആ വ്യൂഹത്തെ കണ്ടപ്പോ തന്നെ ദുര്യോധന ബോധ്യമായി. അപ്പോഴാണ് തന്റെ ആചാര്യനോട് ചോദിക്കുക. എന്താണ് ചോദിക്കുന്നത്? അതായത് എങ്ങനെയാണ് ഈ പരിഭ്രമത്തോടും ഉദ്യോഗത്തോടും കൂടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം താൻ ഇത്ര കാലം പാണ്ഡവരോട് ചെയ്തത് ശരിയായിട്ടില്ല എന്നൊരു തോന്നല് ആ ദുര്യോധനന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ആ പരിഭ്രമത്തിന് കാരണം. അപ്പൊ നമ്മളും അതെ ഏതെങ്കിലും ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മളിത് തരുമ്പും അധർമ്മത്തിന്റെ അല്ലെങ്കിൽ അസത്യത്തിൻ്റെതായിരിക്കുന്ന ലാഞ്ചനയില്ലെങ്കിൽ നമുക്ക് തെല്ലും പരിഭ്രമം ഉണ്ടാവില്ല, ക്ലേശം ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് നാം ഏതെങ്കിലും തരത്തിലെ അധർമ്മത്തെ ചെയ്തു അതിനെ ധർമ്മമാക്കി സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടാണ് നാം ചെയ്യുന്നതെന്ന് വരികയാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കും ഒരു നേരിയ പരിഭ്രമം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഈ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകള് അല്ലെങ്കിൽ ക്ലേശങ്ങള് സംജാതമാകുമ്പോൾ നാം വീണ്ടും ആത്മപരിശോധന ചെയ്യണം. അതായത് ഇത്ര കാലമുള്ള നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിതചര്യ ശരിയായിരുന്നുവോ? എവിടെയാണ് തെറ്റുപറ്റിയത്? അത് നാം തിരുത്തേണ്ടത് എന്താണ്? നാം സ്വയം അറിഞ്ഞാൽ മതി. അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്നൊന്നല്ല പറയുന്നതിന്റെ താല്പര്യം. നാം സ്വയം മനസ്സിലാക്കാം. നാം ജീവിച്ചിരുന്ന ജീവിത രീതി ശരിയായിരുന്നു പോയോ? അത് തെറ്റെവിടെയാണ് സംഭവിച്ചത്? അപ്പൊ അതിനെ തിരുത്തുവാനുള്ളൊരു ശ്രമം നാം ചെയ്യണം. അപ്പൊ ഇവിടെ ഈ പാണ്ഡവ ബലത്തിന്റെ വലുപ്പത്തെ താൻ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഈ ദുര്യോധന മഹാരാജാവ്. കാരണം ഇവിടെ ആരാണ് തന്റെ ആചാര്യര്? ആരാണ്? ദ്രോണാചാര്യരാണ്. ഈ ദ്രോണാചാര്യർക്ക് സത്യത്തില് ദുര്യോധനൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ ശത്രുപക്ഷത്തെ അറിയാം. എന്തുകൊണ്ട്? താൻ തന്നെയാണ് അവർക്കും വേണ്ട യുദ്ധപാഠവത്തെ വ്യക്തമാക്കിയില്ലെങ്കിൽ അഭ്യസിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്റെ ശിഷ്യന്മാരുടേതായിരിക്കുന്ന ആ യുദ്ധപാഠവത്തിലുള്ള നൈപുണ്യത്തെ എന്താണ് ഒരു ആചാര്യൻ എന്നുള്ള നിലയിൽ ദുര്യോധനേക്കാൾ കൂടുതൽ അറിയാം. ആർക്ക്? ദ്രോണാചാര്യർക്ക്. അങ്ങനെയുള്ള ആചാര്യനോടാണ് ഒന്നും അറിയാത്തവനോട് എന്നതുപോലെ ആരെ? നമ്മുടെ ദുര്യോധനൻ പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. 3-ാമത്തെ ശ്ലോകത്തില് അതായത് പാണ്ഡവ ബലത്തിന്റെ വലിപ്പത്തെ ആദ്യം പറയാൻ തുടങ്ങണം. എന്നിട്ടോ തന്റെ ബലത്തിനേക്കാളുള്ള ബലം അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൈന്യത്തിന് നല്ല ബലത്തെ ഉണ്ടാക്കി തീർക്കണം എന്നുള്ള കാരണം. ഇവിടുത്തെ ആചാര്യര് ദ്രോണാചാര്യരാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള പ്രേരണ കൊടുത്താലേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ദ്രോണാചാര്യരോട് പറയണം. എന്താണ് പറയുന്നത്? അതായത് തന്റെ സൈന്യത്തിനെ നല്ല ശക്തി ഉള്ളതാക്കിയിട്ട് തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി 3-ാമത്തെ ശ്ലോകമന്ത്രത്തെ പറയണം. കാരണം ശങ്കരാചാര്യ തുടങ്ങിയിരിക്കുന്ന ആചാര്യവര്യന്മാര് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് 2-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതലാണ് പരിപൂർണമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ വിശദീകരണം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുവരെയുള്ള ശ്ലോകങ്ങളെ ഒന്ന് പരാമർശിച്ചൊന്ന് സ്പർശിച്ചു പോകേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഇടയിൽ ഏതെങ്കിലും തരത്തില് വിശദീകരണം ആവശ്യമുള്ള സന്ദർഭങ്ങളെ തദനുസൃതമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യാം. 3-ാമത്തെ ശ്ലോകത്തില് എന്താണ്
ദുര്യോധനൻ തൻ്റെതായിരിക്കുന്ന ആചാര്യനോട് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അതായത് ഹേ ആചാര്യ. അപ്പൊ ഗീതയും നമ്മൾ പല രീതിയിൽ ക്ഷണിച്ചു കാണും. നല്ല സംഗീതത്തോടു കൂടിയൊക്കെ അല്ലേ, ക്ഷേത്രേ ഗുരു ഇങ്ങനെയൊക്കെ നല്ല. പക്ഷെ സത്യത്തിൽ എന്താണ്, അനുഷ്ഠുപ്പ് വൃത്തമാണ്. അവരവിടെ യുദ്ധതലത്തിലേക്ക് പാടി കളിക്കല്ല ചെയ്തത്. കാരണം ഗുരു ശിഷ്യ സംവാദമാണ്. അപ്പൊ നമ്മള് ചോദ്യോത്തരം പറയുന്ന രീതിയിൽ അവരവിടെ പറയുക ചെയ്തത്. അതായത് ഇവിടെ ഒരു സംഗീതാത്മകതയുടെ ആവശ്യമില്ല സത്യത്തിന്റെ ഗീത ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് വീക്ഷിക്കുമ്പോൾ. അവിടെ അനുഷ്ഠുപ്പ് വൃത്തമാണ്. അപ്പൊ അനുഷ്ഠുപ്പ് വൃത്തത്തിന് എന്താണ്, അതിനെ അക്ഷരം തെറ്റാതെ അത് സ്ഫുടമായിട്ട് പറയുന്ന പോലെ പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ ആളുകളെ രസിപ്പിക്കാനും പിടിച്ചിരുത്താനൊക്കെ വേണ്ടിയിട്ട് നാം ചിലത് അവിടെ ഇങ്ങനെ സംഗീതമൊക്കെ ചേർക്കാം. അത് അവരുടെ യുക്തം. എന്തായാലും ഇവിടെ തമ്മിൽ പരസ്പരം പറയുന്നതാണ് രംഗം. അപ്പൊ ഇവിടെ എന്താണ്, പശ്യൈതാം പാണ്ഡുപുത്രാണാം. ഹേ ആചാര്യ, തവ ശിഷ്യേണ. എന്താണ്, അങ്ങയുടെ ശിഷ്യനും. ശിഷ്യൻ മോശമാണോ? അല്ല, പിന്നെ ധീമത. എന്താ ധീമത എന്ന് പറഞ്ഞാ, ധീ എന്ന് പറഞ്ഞ എന്താണ്, ബുദ്ധി. ബുദ്ധിമത്തുക്കളിൽ മുൻപനായിരിക്കുന്നവനും. പിന്നെയോ ദ്രുപദപുത്രേണ, ദ്രുപദ രാജകുമാരനാൽ. ദ്രുപദ രാജകുമാരനാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, വ്യൂഢ ക്രമമായിട്ട് നിർത്തപ്പെട്ടിട്ടുള്ള പാണ്ഡുപുത്രാണ, പാണ്ഡവന്മാരുടെ മഹതീം. മഹതീം എന്ന് പറഞ്ഞാലോ വലിയതായ, ചെറുതൊന്നുമല്ല, വലിയതായ ഏതാ ചമും പശ്യ. ഏതാ ഈ ചമു എന്ന് വെച്ചാൽ സൈന്യത്തെ, പശ്യ കണ്ടാലും. അതായത് ഇതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ആചാര്യ സമർത്ഥനും. ആരാവിടെ സമർത്ഥൻ, ദൃഷ്ടഭിമ്നനാണ്. ആര്, ഇവിടെ പറയുന്ന ദൃഷ്ടഭിമ്നൻ, ഇവിടെ പറയുന്ന ശിഷ്യൻ ദൃഷ്ടഭിമ്നനാണ് ഇവരുടെ സേനാനായകനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരുടെ, പാണ്ഡവപക്ഷത്തിന്റെ. അങ്ങനെയുള്ള ദൃഷ്ടഭിമ്നാൽ സജ്ജമാക്കിയ പാണ്ഡവരുടെ വലിയ സൈന്യത്തെ കണ്ടാലും എന്നാ പറഞ്ഞിരിക്കുന്നത്. സത്യത്തില് ആരുടെയാണ് വലിയ സൈന്യം? 11 അക്ഷൗഹിണിയാണ് കൗരവപക്ഷത്ത്. 7 അക്ഷൗഹിണിയെ പാണ്ഡവപക്ഷത്തുള്ളൂ. അപ്പൊ സത്യത്തില് അക്ഷൗഹിണി ബലം കൊണ്ടും ആരാണ് ഇവിടെ വിപുലമായിട്ടിരിക്കുന്നത്? ദുര്യോധന പക്ഷമാണ്. എന്നിട്ടും എന്താണ്, നോക്കൂ, വലിയ സൈന്യത്തെ. സത്യത്തിന്റെ വലിയ സൈന്യം ആര്? ദുര്യോധനൻ. അവര് സത്യത്തിന് ചെറിയ സൈന്യമാണ്. എന്നിട്ടും പറയും, നോക്കൂ ആ വലിയ സൈന്യം. അതും ആരാണ് അവിടെ ക്രമമായിട്ട് നിർത്തിയിരിക്കുന്നത്? അങ്ങയുടെ തന്നെ ശിഷ്യനാണ് എന്ന് പറയാമ. എന്നിട്ടോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ പാണ്ഡവ സൈന്യത്തേക്ക് ഒന്ന് നോക്കിക്കാണൂ എന്ന് പറഞ്ഞിട്ട് ഇനിയുള്ള 3 ശ്ലോകങ്ങളെ കൊണ്ട് എന്താണ് പറയുന്നത്? ഇനിയുള്ള 3 ശ്ലോകങ്ങളെ കൊണ്ട് പാണ്ഡവ സൈന്യത്തിലെ യോദ്ധാക്കന്മാർ അല്ലെങ്കിൽ വിലാളി വീരന്മാരായിരിക്കുന്ന ആ ശ്രേഷ്ഠ പുരുഷന്മാരെ ആരാണെന്ന് വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് അത്? 3 ശ്ലോകം നമുക്ക് ഒരുമിച്ച് തന്നെ ഒന്ന് അങ്ങോട്ട് ശ്രമിക്കാം. കാരണം ആചാര്യവര്യന്മാരുടെ ഇവരുടേതായിരിക്കുന്ന യുദ്ധവേളയിലുള്ള സൈന്യാധിപന്മാരുടെ പ്രധാനികളിലെ പേരാണ് പറയുന്നത്. അതുകൊണ്ട് ആ 3 ശ്ലോകത്തെ നമുക്ക് ചേർത്ത് തന്നെ അങ്ങോട്ട് ശ്രമിക്കാം. 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും. 1-ാമത്തെ അർജുന വിഷാദം എന്ന് പറയുന്ന അർജുന വിഷാദ യോഗം എന്ന് പറയുന്ന അധ്യായത്തിലെ ശ്ലോകങ്ങൾ. അത്ര ശൂരാമഹേശ്വാസാഹ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടച്ച ധ്രുവദച്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുഹിൻ കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രാജൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ആരൊക്കെയാണ് അവര്? അത്ര ശൂരാമഹേശ്വാസാഹ ഭീമാർജുന സമായുധി
യുധാനോ വിരാടച്ച ദ്രുപദച്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജച്ച വീര്യവാൻ പുരുതികുന്തിഭോജച്ച ശൈവ്യച്ച നരപുംഗവഃ യുധാമന്യുച്ച വിക്രാന്ത ഉത്തമൗജാച്ച വീര്യവാൻ സൗഭദ്രാ ദ്രൗപദേയാച്ച സർവ ഏവ മഹാരഥാഃ. അതായത് അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ, എവിടെ? പാണ്ഡവ സൈന്യത്തിൽ. അതായത് പാണ്ഡവ സൈന്യത്തിലെ ആളുകളെയാണല്ലോ വിശദമാക്കുന്നത്. യുദ്ധത്തിൽ ശൂരാഹ, ആളുകളെ കാണുമ്പോൾ പേടിച്ചു ഓടുന്നവരാണോ? അല്ല, ശൂരന്മാരാണ്. അവര് പ്രാണൻ പോയാലും പിന്തിരിയാത്തവരാണ്. അങ്ങനെയുള്ള ആളുകളാണ് അവര്. ആരാണ് അവരെല്ലാം? അതിനെങ്ങനെയാണ് അവരോട് പറയാണ്? ഭീമാർജുന സമാഹ. അവരെ ആർക്ക് സമന്മാരാണ്? ഭീമനെയും അർജുനനെയും. ഭീമാർജുനൻ, ഈ ദുര്യോധനനെ, ഭീമനെ വലിയ കൂടിയാണ്. കാരണം ഭീമനെ പല രീതിയിലും ദുര്യോധനൻ ക്ലേശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവസരം കിട്ടിയാൽ അതിനൊക്കെ കണക്ക് തീർത്ത് തന്റെ ചുടുചോര കുട്ടിക്കും ഭീമൻ എന്നുള്ളതിന്റെ ദുര്യോധന്റെ ഒരു ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ട്. അപ്പൊ ഭീമനും അർജുനും മോശക്കാരല്ല. അപ്പൊ മോശക്കാരല്ലാത്തവർ കൊണ്ട് ഈ ദുര്യോധനൻ പ്രയോഗിച്ച പദം അവർക്ക് സമം എന്ന് വെച്ചാൽ അർജുനെ തനിക്ക് ജയിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പഞ്ചവർണ്ണക്കിളിയെ എഴുതി സുഭദ്രയെ പാഞ്ചാലിയെ കരസ്ഥമാക്കുവാൻ അർജുനനെ സാധിച്ചിട്ടുള്ളൂ. കാരണം അവിടെ ദുര്യോധന മഹാരാജാവും യുദ്ധവേളയിൽ ചെല്ലുകയുണ്ടായി. പിന്നെ യുദ്ധം പഠിപ്പിക്കുന്ന സന്ദർഭത്തെങ്കിൽ ഗുരു ശിഷ്യന്മാരെ പരീക്ഷിക്കുന്ന അവസ്ഥയിലെത്തെങ്കിൽ ആ കിളിയുടെ കണ്ണിലേക്ക് എയ്യാൻ ഉണ്ടായ ഒരു രംഗമുണ്ടായി. അതും അർജുനെ മാത്രമേ ഭേദിക്കാൻ സാധിച്ചുള്ളൂ, ആ ഏകാഗ്രതയുടെ ശക്തി. അപ്പൊ അതൊക്കെ ആർക്കറിയാം? ദുര്യോധന അറിയാം. അപ്പൊ അതുകൊണ്ട് ഭീമനെയും അർജുനനെയും ഉള്ളിന്റെ ഉള്ളിലെ ചെറിയൊരു പേടിയുണ്ട്. ആർക്ക്? ദുര്യോധനൻ. അപ്പൊ അതുകൊണ്ട് തനിക്ക് ജയിക്കാൻ സാധ്യമല്ലാന്നും വ്യക്തമാണ്. അപ്പൊ അവർക്ക് സമന്മാരായിട്ടാണ് ആരിവിടെ ഈ യുദ്ധവേളയിൽ എത്തിയിരിക്കുന്ന ധീരന്മാരായിരിക്കുന്ന യോദ്ധാക്കളെല്ലാം. മഹേശ്വാസാഹ, അവരെന്താ അവിടെ ഓടക്കളയിലും ബി പി ഒക്കെ എടുത്തിട്ടാണോ പോയിരിക്കുന്നേ? അല്ല, പിന്നെയോ മഹേശ്വാസാഹ. എന്താ മഹേശ്വാസാഹ? വലിയ വില്ലുകളോട് കൂടിയിട്ടാണ്. വലിയ വില്ലാണ്. അതൊക്കെ നമുക്കൊക്കെ എന്താണ്, അത് കണ്ടാൽ തന്നെ വാണം പോകും. അതൊക്കെ പൊക്കാൻ തന്നെ വേണം. ഇപ്പൊ നമ്മളെ പോലുള്ള ഒരു 50-100 പേരൊക്കെ എന്നാലൊന്നും പറ്റുന്ന ഒന്നുമില്ല. ഒരു 10-500 ആര് പോയാലും ഒരു അനക്കാൻ പോലും പറ്റാത്ത വില്ലാണ്. അത്രയും വലുപ്പമുള്ള വില്ലുകളോട് കൂടിയിട്ടാണ് അവരൊക്കെ അവിടെ അണിനിരന്നിരിക്കുന്നത്. അതോ ഈ യുധാനക വിരാടക മഹാരഥ ദ്രുപദക ദൃഷ്ടകേതു ചേകിതാനക വീര്യവാൻ കാശിരാജകാച്ച പുരുഹിൻ കുന്തിഭോജകാച്ച നരപുംഗവക ശൈവകാച്ച വിക്രാന്തക യുദ്ധാമന്യുച്ച വീര്യവാൻ ഉത്തമൗജാച്ച സൗഭദ്രഃ ദ്രൗപദേയാച്ച. അവരുടെ പേരുകളാണ്. ഓരോ പേരായിട്ട് നമുക്ക് നോക്കാം. യുയുധാനഃ. ആരാണ് യുയുധാനൻ? യുയുധാനൻ അത് പാണ്ഡവ സൈന്യത്തിലെ വിലാളി വീരന്മാരായിരിക്കുന്ന സേനാനായകന്മാരുടെ പേരാണ് യുയുധാനൻ. യുയുധാനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാത്വികയാണ് ഇവിടെ യുയുധാനൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ യുയുധാനൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിശയമായിട്ട് യുദ്ധം ചെയ്യുന്നവനായതുകൊണ്ടാണ്. ആ യുദ്ധങ്ങൾ കണ്ടാൽ ആ പ്രതിപക്ഷത്തിലുള്ള ശത്രുക്കൾ പോലും പരിഭ്രമിച്ചു പോകും. ഈ പരിഭ്രമിക്കുന്ന അതിശയിക്കുന്ന സന്ദർഭത്തിലോ അവന്റെ കഴുത്ത് കൊടുക്കും. അതാണ്. ഇങ്ങനെയാണോ? ഇങ്ങനെയുണ്ടോ യുദ്ധം? ഒരു നിമിഷം പകച്ചാൽ മതി. ആ പകക്കുന്ന നിമിഷത്തിൽ എന്തായിരിക്കും? ആ പകർച്ചവന്റെ പകക്കുന്ന സ്ഥാനം പിന്നെ അവിടെ ഉണ്ടാവില്ല. അതാണ്. അങ്ങനെ അതിശയത്തോട് കൂടിയിട്ട് യുദ്ധം ചെയ്യുന്ന ആളാണ് ആരെ? സാത്യകി ആണ് യുയുധാനൻ. അദ്ദേഹം അർജുനന്റെ ശിഷ്യനാണ്. അർജുനന്റെ ശിഷ്യനായിരിക്കുന്ന യുയുധാനൻ. പിന്നെയോ വിരാടൻ. വിരാടൻ ആരാണ്? അതായത് അഭിമന്യുവിന്റെ ശിഷ്യനാണ് ഈ വിരാടൻ. എന്തുകൊണ്ടാണ് വിരാടൻ എന്ന് പറയുന്നത്? വിശേഷേണ രടയതി. എന്താ രടയതി എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുക. ആരെ? ശത്രുക്കളെ കരയിപ്പിക്കുവാനുള്ള ശക്തിയുള്ള ആളാണ്. ശത്രുക്കളെ ഇങ്ങനെ തൊടുക്കണമെന്ന് ആലോചിക്കുമ്പോഴും
ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും? അസ്ത്രം കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ശത്രുക്കളില് പരിഭ്രമവും അതുപോലെ നിലവിളിയും ഉണ്ടാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് വിരാടനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വിരാട രാജാവും മഹാരഥ, അദ്ദേഹം ആരാണ്? പിന്നെ ദ്രുപദാച്ച, മഹാരഥനായിരിക്കുന്ന ദ്രുപദനും. ആരാണ് ഈ ദ്രുപദൻ? പാഞ്ചാലിയുടെ അച്ഛനാണ് ദ്രുപദൻ. പാഞ്ചാലിയുടെ അച്ഛൻ ദ്രുപദൻ. എന്തുകൊണ്ടാണ് ദ്രുപദൻ എന്ന് പറയുന്നത്? ദ്രുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം. അപ്പൊ വൃക്ഷം ധ്വജചിഹ്നമായി, ധ്വജത്തിൽ, അതായത് ദ്രുപദ മഹാരാജാവിൻ്റെതായിരിക്കുന്ന പതാകയിൽ, കൊടിയില് എന്താണ് ചിഹ്നം? വൃക്ഷമാണ്. എന്താ വൃക്ഷത്തിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് വൃക്ഷം എന്ന് പറയുന്നത്? മുറിച്ചാലും മുളയ്ക്കുന്നത്, മനസ്സിലായില്ലേ? വീണ്ടും കിളിർക്കുന്നത്. അപ്പൊ ആ ധ്വജചിഹ്നം കൊണ്ട്, ആ ധ്വജത്തിലെ പതാകയിലെ മുദ്ര കൊണ്ട് തന്നെ വ്യക്തമാണ് നശിപ്പിച്ചാലും നാശമേൽക്കാത്തവൻ. ആര്? ദ്രുപദൻ. അങ്ങനെയുള്ള ദ്രുപദ മഹാരാജാവിനെയാണ് പിന്നീട് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ആരാണ്? ദൃഷ്ടകേതു എന്ന രാജാവ്. ആരാണ് ഈ ദൃഷ്ടകേതു? അത് കേകയ രാജാവാണ്. കേകയ രാജ്യത്തിലെ രാജാവിനെയാണ് ആ ദൃഷ്ടകേതു എന്ന് പറയുന്നത്. അതായത് കുന്തിക്ക് ഒരു സഹോദരിയുണ്ട്, ശ്രുതകീർത്തി എന്ന് പറയും. ഈ ശ്രുതകീർത്തിയുടെ ഭർത്താവാണ് ദൃഷ്ടകേതു. അപ്പൊ ഈ കേകയ രാജാവായിരിക്കുന്ന ദൃഷ്ടകേതു. അപ്പൊ ഈ ദൃഷ്ടകേതുവിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്ന കേതുവിനോട് പേടിയാണ്. അതുകൊണ്ടാണ് ദൃഷ്ടകേതു. കാരണം എന്തിന്റെ കേതു? ശത്രുക്കൾക്ക് ഭയം, പേടിയുണ്ടാവും. ഈ ദൃഷ്ടകേതു അങ്ങോട്ട് ആ രണഭൂമിയിൽ അങ്ങോട്ട് ഇറങ്ങി ആ ശത്രു തന്റേതായിരിക്കുന്ന സേനകളെയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളത് വേണ്ടി നിർദ്ദേശം കൊണ്ട് കൊടുത്ത് അസ്ത്രം കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയ എന്താണ്? ശത്രുപക്ഷത്തിലുള്ളവർക്കൊക്കെ ഭയം. അതാണ് അങ്ങനെ ഭയത്തെ ഉണ്ടാക്കുവാനുള്ള ശക്തിയോട് കൂടിയിരിക്കുന്ന ആളാണ് ആരെ? ഈ ദൃഷ്ടകേതു. പിന്നെ ആരാണ്? ചേകിതാനൻ എന്ന രാജാവും. എന്ന് വെച്ചാൽ ചീതാനന്റെ പുത്രനാണ് ഈ ചേകിതാനൻ. പിന്നെ ആരാണ്? വീര്യവാൻ കാശിരാജ, വീര്യവാനായിരിക്കുന്ന കാശിരാജാവ്. ആരാണ്? വീര്യവാൻ. ആരാണ് അയാള്? കാശിരാജാവാണ്. എന്ന് പറഞ്ഞാലോ, അതായത് യുദ്ധത്തിൽ വളരെ പേരെ ജയിക്കുന്നവനാണ് ഈ കാശിരാജാവ്. പുരുജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുരുജിത്ത്. പിന്നെയോ കുന്തിഭോജനും. ആരാണ് ഈ കുന്തിഭോജൻ? കുന്തിയുടെ അച്ഛനാണ്. കുന്തിയുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ അതായത് വസുദേവരുടെ സഹോദരിയാണല്ലോ കുന്തി, വൃദ്ധ. അതെ. അപ്പോ വസുദേവരുടെ സഹോദരിയായിരിക്കുന്ന ഈ കുന്തിയുടെ അച്ഛൻ അല്ലെങ്കിൽ വസുദേവന്റെ കൂടി അച്ഛൻ ആരാണ്? ശൂരസേന മഹാരാജാവായിരുന്നു. അപ്പോ ഈ ശൂരസേന മഹാരാജാവ് തന്റെ പ്രിയ സഖൻ, അതായത് കൂട്ടുകാരനായിരുന്നു ആര്? കുന്തി ഭോജരാജാവ് എന്നാണ് പറയാ. ഈ ഭോജരാജാവിന്റെ മക്കളുണ്ടായിരുന്നില്ല. അപ്പോ തന്റെ മകൾ ആരെ? കുന്തി ദേവിയെ ഈ ഭോജന് ദത്തു കൊടുത്തു, വളർത്തുപുത്രിയായിട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് കുന്തിഭോജൻ. അപ്പൊ ദത്തുപുത്രിയായിട്ട് സ്വീകരിച്ചു. അപ്പൊ മകളായിട്ട് തന്നെയാണ് വളർത്തി. അതുകൊണ്ട് കുന്തിയുടെ അച്ഛൻ കുന്തിഭോജൻ എന്ന് പറയുന്ന മഹാരാജാവും. അപ്പൊ ഇവിടെ കുന്തിയെ കുറിച്ച് പറയുമ്പോ നമ്മളെവിടെ ആ കുന്തി വനത്തിലൂടെ പഞ്ചപാണ്ഡവന്മാരും ദ്രൗപതിയൊക്കെ ആയിട്ട് പോകുമ്പോ അവിടെ പറയുന്നൊരു ശ്ലോകമുണ്ട്. കാര്യം അതായത് നിറഗർഭിണിയാണ് പാഞ്ചാലി. ഇവിടെ ഭീമൻ, അർജുനൻ, അതുപോലെ യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ എന്ന് പറഞ്ഞിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാരോടുകൂടി ശൂരപരാക്രമികളായിരിക്കുന്ന തന്റെ മക്കളുടെ പത്നിയെയും കൂട്ടിയിട്ട് വനത്തിലൂടെ പോകുമ്പോ അമ്മ പറയാണ്, നോക്കൂ പാഞ്ചാലി, നീ വീരനെയോ വിദ്വാനെയോ അല്ല പ്രസവിക്കേണ്ടത്. കാര്യം എന്താണ്? ഭീമാർജുനന്മാരെക്കാൾ വീരന്മാരായിട്ട് ആരാണുള്ളത്? അസ്ത്രവിദ്യയിലും അതുപോലെ നകുല സഹോദരന്മാര് ആ വാൾപ്പയറ്റി അവരെയൊക്കെ വാളൊക്കെ എടുത്ത്
അവരൊക്കെ അവരുടേതായിരിക്കുന്ന ആ യുദ്ധോപകരണങ്ങൾ എടുത്ത് ആ യുദ്ധവേദിയിൽ അങ്ങോട്ട് എത്തി അവരുടേതായിരിക്കുന്ന രംഗങ്ങളെ കാഴ്ചവെച്ചാൽ അതിനു മുമ്പിൽ ശത്രുക്കളെല്ലാം ശൂന്യം, നിഷ്പ്രഭമാണ്. അങ്ങനെയുള്ള ധീര ശൂരന്മാരുടെ പത്നിയായിട്ടാണ് ആര്? പിന്നെ യുധിഷ്ഠിരനേക്കാൾ വിദ്വാൻ ആരാണുള്ളത്? അല്ലെ, നല്ല പണ്ഡിതനാണ്. അപ്പൊ വലിയ പണ്ഡിതനെയും വലിയ ധീരന്മാരെയും ജന്മം കൊടുത്തവളാണ് ആര്? കുന്തി മാതാവ്. എന്നിട്ടും എന്ത് സംഭവിച്ചേ? വനത്തിലൂടെ 5-6 മാസം കൊണ്ട് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ പറയാണ്, അല്ലയോ ദ്രൗപദി, അല്ലയോ പാഞ്ചാലി, നീ വിദ്വാനെയോ അതുപോലെ തന്നെ വീരനെയോ ഒന്നുമല്ല പ്രസവിക്കേണ്ടത്, പിന്നെയോ ഭാഗ്യവാനെ വേണം പ്രസവിക്കാൻ. ഭാഗ്യം. അപ്പൊ വിദ്വത്വവും അതുപോലെ ഈ പാണ്ഡിത്യവും ധീരതയും ഒക്കെ ഉണ്ടെങ്കിലും കൂടെ എന്ത് വേണം? ഭാഗ്യം വേണം. ഭാഗ്യം എന്താ കാര്യം? കാട്ടുകൂടെ വേണ്ടില്ലേ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ആ കുന്തിമാതാവിന്റെ അച്ഛനായിരിക്കുന്ന കുന്തിഭോജൻ. അപ്പൊ കുന്തിഭോജനും ഒരു അച്ഛനായിരിക്കുന്ന ഒരു ധീരൻ, ഒരു യോദ്ധാവ് തന്നെയാണ്. അതുകൊണ്ടാണ് കുന്തിഭോജനെ ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. നരപുങ്കവ ശൈഭ്യച്ഛ. നരപുങ്കവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ശ്രേഷ്ഠൻ. ആരാണത്? ശൈഭ്യച്ഛ, ശൈഭ്യനും. ശൈഭ്യൻ, ശിബി എന്ന് വെച്ചാൽ ശിബിയുടെ കുലത്തിൽ എന്ന് വെച്ചാൽ തന്നെ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു പ്രാവിന് വേണ്ടി സ്വന്തം ശരീരത്തെ പോലും ത്യജിക്കുവാൻ തയ്യാറായ ആളാണ് ശിബി മഹാചക്രവർത്തി. ആ ശിബിയുടെ കുലത്തിൽ വംശത്തിൽ ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്ന രാജാവിനെയാണ് ഇവിടെ ശൈഭ്യൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം ഒരു ജീവിക്ക്, ഒരു പക്ഷിക്ക് വേണ്ടി തന്റെ പ്രാണനെ കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള ആളാണ് ആ വംശത്തിൽ. അപ്പോഴോ ഇവിടെ സ്വന്തം എന്ന് വെച്ചാൽ പ്രജകൾ എന്ന് വെച്ചാൽ യുധിഷ്ഠിരർ തുടങ്ങിയിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാര്. അപ്പോ ഒരു പ്രാണിക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരു ജീവിക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുത്തവരുടെ വംശത്തിൽ പിറന്നവൻ തന്റെ ആശ്രിതർക്ക് വേണ്ടി അല്ലെ എങ്ങനെ തന്നെ അവിടെ യുദ്ധം ചെയ്യും, എങ്ങനെയും ചെയ്യും. ആ യുദ്ധം ജയിക്കാൻ വേണ്ടി അവൻ അറിയാവുന്നതായിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളും അവിടെ പ്രയോഗിക്കും. അതാണ് ശൈഭ്യം. അപ്പൊ ശൈഭ്യൻ. പിന്നെന്താണ്? വിക്രാന്തക യുദ്ധാമന്യിച്ച. യുദ്ധാമന്യു ആരാണ്? യുദ്ധാമന്യു അതായത് പാഞ്ചാല രാജാവിനെ, പാഞ്ചാലനെയാണ് യുദ്ധാമന്യു. അദ്ദേഹം എന്താണ്? വിക്രാന്തൻ, പരാക്രമശാലിയാണ്. പരാക്രമശാലി എന്ന് പറഞ്ഞാലോ യുദ്ധത്തിൽ കോപവേഗത്തോടു കൂടിയനാണ്. യുദ്ധത്തിന്റെ മുമ്പിൽ തന്റെ ശത്രുപക്ഷത്ത്, അതായത് ശത്രുപക്ഷത്തിലുള്ളവൻ അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ഗുരുവായാലും ശരി, എന്താണ് അവിടെ യാതൊരു മാപ്പും കൊടുക്കാത്ത ആളാണ് ആര്? പാഞ്ചാലൻ. ശത്രുപക്ഷത്താണോ അവനെ തീർത്തിരിക്കും, എന്ന് വെച്ചാൽ നശിപ്പിച്ചിരിക്കും. കോപവേഗമാണ്. കോപത്തിന് വരെ എന്തെങ്കിലും സമയമുണ്ടോ? എന്ന് വെച്ചാൽ ശരിയല്ലാത്തത് കണ്ടാൽ ധീരന്മാർക്ക്, എന്ന് വെച്ചാൽ ക്ഷത്രിയന്മാർക്ക് കോപം വരും. അപ്പോഴുണ്ടാവും ശരിയല്ലാത്തൊരു കാര്യം കൊണ്ട് അവിടെ കോപം വരുന്നുണ്ടാവും. അപ്പോ യുദ്ധത്തിന് കോപമാണ് വേഗം. അല്ല, യുദ്ധത്തില് ശാന്തി പറഞ്ഞിട്ടേണ്ടത് എന്തായിരിക്കും? ശാന്തി പറയുന്നവന്റെ ശാന്തിയായിരിക്കും ശാന്തിയാവുക. ആ തലവിന്റെ പറയാണ്ടാവില്ല. അപ്പൊ അവിടെ കോപമാണ് ആ യുദ്ധം. കോപത്തോടു കൂടി ആണ് അവിടെ. അപ്പൊ കോപവേഗത്തോടു കൂടിയവനെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? യുദ്ധാമന്യു. പിന്നെ വീര്യവാനായ ഉത്തമൗജസ് എന്നവനും സുഭദ്രാപുത്രനായ അഭിമന്യുവും ദ്രൗപദേയ പാഞ്ചാലിയുടെ പുത്രന്മാരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അല്ലെ.